ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായോ? ഇതിനപ്പുറത്തെ വീടല്ലേ രോഹിത്തിന്റെ? ആ അത് തന്നെ. ബാലേട്ട കാർ എടുക്ക്, നമുക്ക് പോവാം. പോയിട്ട് വിശദമായൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം, ഒട്ടും ലൂപ്പ് ഹോൾ ഇല്ലാതെ. എന്നാ വിശദമായിട്ടൊരു പ്ലാൻ ഉണ്ട്, ഒട്ടും ലൂപ്പ് ഹോൾ ഇല്ലാതെ. അതെന്താന്ന് എന്നോടുകൂടി ഒന്ന് പറ. ഞാൻ ആദ്യം രോഹിത്തിന്റെ വീട്ടിലേക്ക് കയറിപ്പോവും. കുറച്ചു കഴിഞ്ഞ് സുസ്മിയെ ഫോണിൽ വിളിക്കും. അന്നേരം ധൈര്യമായിട്ട് അങ്ങ് കയറി വന്നേക്കണം. ഒരു കോംപ്രമൈസ് ആണോ ബാലേട്ടൻ ഉദ്ദേശിക്കുന്നത്? അവരതിനൊന്നും തയ്യാറാവില്ല ബാലേട്ട. കോംപ്രമൈസും തേങ്ങാക്കൊലയൊന്നും അല്ല. സുസ്മിക്ക് അവിടെ റാണിയെ പോലെ ജീവിക്കാം. ഈ പറഞ്ഞ പത്മാവതി ഇയാളുടെ പാദദാസിയായിരിക്കും. കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്, പക്ഷെ നടക്കുവോ? നടക്കുകയല്ല, ഓടും. പിന്നെ ഞാൻ വിളിക്കുന്നത് വരെ കാറിനുള്ളിൽ തന്നെ ഇരുന്നോണം. ഈ കോളനിക്കാരും കണ്ണിപ്പെടാതെ സൂക്ഷിച്ചോണം. എന്തുപറ്റി? എന്തേലും കുഴപ്പമുണ്ടോ? ഏയ് കുഴപ്പമൊന്നുമില്ല. പിന്നെ പത്മാവതിയുടെ കയ്യിൽ നിന്ന് ചിലപ്പോ 1-2 അടിയിട്ടിന്ന് വരും. അത് സുസ്മി അങ്ങ് ക്ഷമിച്ചേക്കണം. ഇനി അടിയോ? ഇപ്പൊ തന്നെ എന്റെ നട്ടും ബോൾട്ടൊക്കെ ഇളകി കിടക്കുക. ഇത് ലാസ്റ്റാന്നേ. കുറച്ച് തല്ലൊക്കെ കൊള്ളാതെ ഈ മഹത്തായ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റൂ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ എടുത്തു നോക്ക്. അതിന് ബ്രിട്ടീഷുകാരെ ആരെയും നമ്മുടെ നേതാക്കന്മാര് കൊക്കയിൽ തള്ളിയിട്ട് കൊന്നിട്ടില്ലല്ലോ ബാലേട്ടാ. അപ്പോ രോഹിത്തിനെ സുസ്മി കൊക്കയിൽ തള്ളിയിട്ട് കൊന്നെന്നാണോ പറയുന്നത്? അല്ല, അവര് അങ്ങനെയാണല്ലോ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാനേ അങ്ങോട്ട് ചെല്ലട്ടെ, വിളിക്കുമ്പോ വന്നേക്കണേ. ആ വായി നോക്കിക്ക് എന്തെങ്കിലും മനസ്സിലായി കാണുമോ ആവോ? മനസ്സിലായാലും സാരമില്ല. ഇവനെ കാടിനെ പ്ലാവില കാട്ടും പോലെ കൊണ്ടിരുന്നാ മതി. വരയ്ക്കുന്ന വരയിൽ നിൽക്കും. ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാ നിൽക്കും. ഇനിയും താമസിച്ചു പോയിട്ടില്ലെന്നാ ഞാൻ പറയുന്നത്. അവൾ എവിടെയാന്ന് വെച്ചാ തേടി പിടിച്ച് ചെല്ലണം. എന്നിട്ട് അവളുടെ നാവ് കൊണ്ട് തന്നെ പറയിക്കണം രോഹിത്തിന് എന്താ ചെയ്തെന്ന്. നല്ലൊരു അവസരമാണല്ലോ സരോജം നമ്മൾ കളഞ്ഞു കുളിച്ചത്. ഇവിടെ അവള് കേറി വന്നപ്പോ അവളെ കൊണ്ട് പറയിക്കായിരുന്നു. അപ്പൊ എനിക്കും അത് ഓടിയില്ല. ഇനി അവളെങ്ങാനും എന്റെ കൺമുന്നിൽ കിട്ടട്ടെ. ഇനി അവള് ചൈന കോളനിന്നല്ല, ചൈനയുടെ പടമുള്ള മാപ്പ് പോലും കാണാൻ ധൈര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സരോജം. ആരുമില്ലേ? ആരോ വന്നല്ലോ. വെള്ളയാണല്ലോ. ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ? പിരിവുകാരാണെങ്കിൽ സരോജ ഇവിടെ 10ന്റെ പൈസ ഇല്ല. ഇവിടെ ആരുമില്ലേ? പത്മാവതി ഇവിടെ ഇരിക്കും. കോളനിക്കാരുമില്ല, ഞാൻ നോക്കിട്ട് വരാം. രോഹിത്തിന്റെ വീടല്ലേ? ആണെങ്കി രോഹിത്തിനൊന്ന് കാണുമായിരുന്നല്ലോ. എന്താ കാര്യം? അത് ഞാൻ രോഹിത്തിനോട് പറഞ്ഞോളാം. ഇവിടെ പറഞ്ഞാലും അവിടെ പറഞ്ഞാലും ഒരുപോലെയാ. കാര്യം എന്താണെന്ന് പറയേ. രോഹിത്തെ, ഒരു 5 ലക്ഷം രൂപ തരാനുണ്ടായിരുന്നു, നിങ്ങൾ തരുമോ? അതെ, രോഹിത്തിന്റെ അമ്മകത്തുണ്ട്. ഞാൻ കുറെ വീടിന് അപ്പുറത്ത് താമസിക്കുന്നയാളാ. ചുമ്മാ വിശേഷം പറയാൻ കയറിയെന്നേ ഉള്ളൂ. പത്മാവതി, ഈ സാറിനെ എന്തോ ചോദിക്കാനുണ്ടെന്ന്. അതെ, ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ സാറേ. അരിയടപ്പത്തിട്ടേക്കുക. സാറ് അകത്തോട്ട് ചെന്നോ? എന്താ സാറേ കാര്യം?
രോഹിത്തിനൊന്ന് കാണണമായിരുന്നു. അവനിവിടെ ഇല്ലല്ലോ സാറേ. കള്ളം പറയരുത്. എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. സാറിനെ പേടിച്ച് എന്റെ കുഞ്ഞ് എന്തിനാ ഒളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നേ രൂപ 5 ലക്ഷം ആ ചെറുക്കൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. കൃത്യമായി പലിശ തന്നോളാന്ന് പറഞ്ഞ് കാല് പിടിച്ചാ കാശ് വാങ്ങിയത്. ഒടുവിൽ പലിശയില്ല, മുതലുമില്ല. വിളിച്ചാലാണെങ്കിലോ മൊബൈൽ സ്വിച്ച് ഓഫ്. എന്റെ പൊന്നു സാറേ, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. നിങ്ങൾ അറിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ മോനെ കാട്ടി തന്നാ മതി. സാറേ, നിങ്ങൾ ഇങ്ങനെ കരയാതെ കാര്യം പറയുന്നേ. ഞാനെന്തിനാ പേടിക്കുന്നേ? ചൈന കോളനിയിലെ ചെറ്റകൾ എന്നെ എന്ത് ചെയ്യാനാ? UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മകളാ ഞാൻ. രാജശേഖരന്റെ മകൾ. അയ്യോ, ആ ഇടിവണ്ടി വരുന്നുണ്ടല്ലോ. UK കാര്യമൊന്നും ചൈനയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടിടത്തും ഭാഷ വേറെയാണല്ലോ. പോയോ? സാറിന് സംശയമുണ്ട്, പോലീസിലോ കാട്ടിലെ പോലീസിലോ അന്വേഷിക്കാം. അവരൊക്കെ അവനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് കരുതി എനിക്ക് എന്റെ കാശ് കിട്ടണ്ടേ പത്മാവതി? അവനും കൂടി ഇല്ലാത്തപ്പോ ഞാൻ എവിടുന്ന് എടുത്ത് തരാനാ സാറേ? ഈ വീട് സ്ഥലമുണ്ടല്ലോ, അതിന്റെ പ്രമാണമൊക്കെ എവിടെയാ? അലമാരിയിലെ പെട്ടിയില് ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ട് സാറേ. രോഗത്തിന്റെ അച്ഛൻ അതൊക്കെ കൈകാര്യം ചെയ്തോണ്ടിരുന്നേ. എനിക്ക് അതേപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. കള്ളയ്ക്ക് ആധാരത്തെ പറ്റിയൊന്നും വലിയ വിവരമില്ലെന്ന് തോന്നുന്നു. എന്താ സാർ ആലോചിക്കുന്നേ? എന്നാലേ അതിപ്പോ എന്റെ സ്ഥാപനത്തിൽ ഇരിപ്പുണ്ട്. ബാലചന്ദ്ര ഫിനാൻസ്. എന്താ സാറേ? ഈ വീടിരിക്കുന്ന ഭൂമിയുടെ പ്രമാണം. അത് പണയം വെച്ചാൽ രോഹിത് എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയത്. സാറേ, ഉള്ളതാണോ? ഉള്ളതാ പത്മാവതി. നിങ്ങളത് അറിഞ്ഞിട്ടും അറിയാത്തതായിട്ടുള്ള അഭിനയൊന്നും വേണ്ട. എനിക്ക് എന്റെ കാശ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടും കുടുക്കയും വലിച്ച് പുറത്തിട്ടിട്ടേ ഞാൻ ഈ സ്ഥലം വേരുകെട്ടി തിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ പൊന്നു സാറേ, ചതിക്കല്ലേ. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അപേക്ഷയായി കണക്കാക്കണം. സാറിന്റെ അമ്മയുടെ പ്രായമില്ലേ എനിക്ക്? ഈ പ്രായത്തിൽ തെരുവിലോട്ട് ഇറങ്ങിയ ഞാൻ എങ്ങോട്ട് പോകും സാറേ? രക്ഷിക്കണം സാറേ, രക്ഷിക്കണം. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു പാർട്ട്ണർ കൂടിയുണ്ട്. അയാളും കൂടി സമ്മതിക്കണം. എന്നാലും 1-2 ദിവസത്തിൽ കൂടുതൽ സാവകാശമൊന്നും പ്രതീക്ഷിക്കണ്ട സാറേ. എന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ പോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? ഹലോ സുസ്മിക്കുട്ടി, ഇനി കേറിപ്പോര്. ആ, എല്ലാം ഓക്കെ അല്ലേ? ആ, ഇനി സുസ്മിക്കുട്ടി വന്നാൽ മാത്രം മതി. ശരി. സാറേ, സാറേ, രക്ഷയില്ല. സാവകാശമൊന്നും അനുവദിക്കണ്ടെന്നാ പാർട്ണർ പറയുന്നത്. കോടതി കേസൊക്കെ വലിയ തൊല്ലയാ.
അതുകൊണ്ട് നിങ്ങളെ ഇന്ന് തന്നെ ഇറക്കണമെന്നാ. അയ്യോ, സുസ്മിത മേഡം അല്ലേ? അതെ. വേണോ? ഈ UK ജോലിയുള്ള രാജശേഖരന്റെ ആ മകള്. അയ്യോ, മേഡം എന്താ ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടില്? അത് എന്റെ ഒരു എന്നെ മരുമോളാ സാറേ. അയ്യോ, ആണോ? പിന്നല്ലാതെ എന്റെ മരുമോളാ. പക്ഷേ നിങ്ങളെന്തോ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഗ്ലാസ് എടുത്ത് എറിയാൻ തുടങ്ങിയതുപോലെ തോന്നി. അയ്യോ, എറിയാൻ തുടങ്ങിയത് മോളെ അല്ല സാറേ. ഇവളുടെ പുറകെ ഒരു പട്ടി വരുന്നുണ്ടായിരുന്നു, അതിനെയാ. ഇവളെ പട്ടി കടിച്ചാ എനിക്കത് സഹിക്കുവോ? പിന്നെ എന്താ സാറ് ചോദിച്ചത്? എന്തോ മോശം വാക്ക് ഉപയോഗിച്ചില്ലേന്ന്. ആ, അയ്യോ അതോ, ഞങ്ങള് സ്നേഹം കൂടുമ്പോ അങ്ങനെയാ സാറേ. അങ്ങോട്ടും ഇങ്ങോട്ടും പലതും വിളിക്കുകയും ചെയ്യും. അല്ല, മരുമകളെന്ന് പറയുമ്പോ എന്റെ രോഗത്തിന്റെ ഭാര്യയാ സാറേ. സുസ്മിത മേഡം രോഗത്തിന്റെ ഭാര്യയെങ്കിൽ അക്കാര്യം എന്നോട് നേരത്തെ പറയണ്ടേ പത്മാവതിയമ്മേ? മാഡം മാപ്പാക്കണം. ഞാൻ വീടറിയാതെ കയറിപ്പോയതാ. ഞാനിവിടെ വന്നിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. ഫിനാൻസിന്റെ ബിസിനസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ ബാലേന്ദ്ര? മാഡത്തിന്റെ ഒക്കെ കരുണ കൊണ്ട്. എന്നാ ഞാനങ്ങോട്ട്. വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ബാലേന്ദ്ര. അയ്യോ, ചമ്മല് കാരണം എനിക്ക് ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല മാഡം. ഞാൻ പോയിട്ടെ പിന്നെ ഒരിക്കൽ വരാം. ശരി ശരി എന്നാ. വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലോ. കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, പിന്നെ എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. അതൊന്നും വേണ്ട പത്മാവതി. പാലും വെള്ളം മതി. വേഗം വേണം. പത്മാവതി എങ്കിൽ പത്മാവതി. വയസ്സുകാലത്ത് കയറിക്കിടക്കാൻ കിടപ്പാടെങ്കിലും കാണുമല്ലോ. എന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല. എന്നാ പെട്ടെന്ന് എടുത്തോ. സിംഹക്കുട്ടി എവിടെയും സിംഹക്കുട്ടി തന്നെയാ പത്മാവതി. നീ എന്ന പൂച്ച ഇനി മുതൽ എന്റെ നഖത്തിനടിയിലാ.
കഴിയുമെങ്കിൽ രാഘവേട്ടനും സത്യഭാമയും കൂടി തലേന്ന് തന്നെ അങ്ങ് എത്തണം. അയ്യോ പത്രോച്ചായ, അത് ഒഴിവതിലും ഒന്നും പറയണ്ട. എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ചേ പറ്റൂ. നീ ഇല്ലാതെ എങ്ങനെ വർഷയെ കല്യാണ പന്തലിലേക്ക് ഒരുക്കി വിടുന്നത്? നിർമ്മലെ, അത് നീ വരും, അല്ലെങ്കിൽ ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകും. ആ, കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നും ഒക്കെ പാർട്ടി എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് കൂടാനുള്ള ഒരു ദിവസം. രാഘവേട്ട ചെറുതൊന്നും വീശാലല്ലേ? അയ്യോ, രാഘവേട്ടന് മരുന്നൊക്കെ ഉള്ളതാ. ഇത് മരുന്നാണെന്നേ, രക്തയോട്ടം കൂടും. ആ, പത്രോച്ചാന് രക്തോട്ടേച്ച് കൂടുവല്ല. കാലം എത്ര പെട്ടെന്ന് കടന്നുപോയതല്ലേ. ഇതുപോലൊരു കല്യാണ പന്തലിൽ നിന്നല്ലേ ഞാനും രാഘവേട്ടനും കൂടി നിർമ്മലയെ പിടിച്ചോണ്ട് വന്ന് പത്രോച്ചായനെ ഏൽപ്പിക്കുന്നത്. പത്രോച്ചായൻ പറഞ്ഞ പോലെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ചെന്നതാ. നോക്കിയപ്പോ പെണ്ണ് നിന്ന് വിറയ്ക്കുന്നു. എന്താടി കാര്യം എന്ന് ചോദിച്ചപ്പോ ഒരു മുറിയിലേക്ക് കൈപിടിച്ച് കയറ്റിയിട്ട് ഒറ്റ കരച്ചില്ല. അവൾക്ക് ഈ കല്യാണം വേണ്ടാന്ന്. എന്നാ വീട്ടിൽ പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അന്യജാതി ആയതുകൊണ്ട് നടത്തി തരില്ല എന്ന് പെണ്ണും. അത് കേട്ടപ്പോ എനിക്കൊരാശയക്കുഴപ്പം. രാഘവേട്ടനോട് ചോദിച്ചപ്പോ ജാതി മതമൊന്നും നോക്കണ്ട, പെണ്ണിനിറങ്ങി വരാൻ ധൈര്യമുണ്ടോ, ഈ കല്യാണം നമുക്ക് നടത്താമെന്ന്. അതോടെ എനിക്കും ധൈര്യമായി. അന്നേ കാണുന്ന തടിയും തന്നെയുടെ ഒന്നും ഇല്ലാട്ടോ, ചുള്ളിക്കമ്പ് പോലത്തെ ഒരു പെണ്ണ്. ധൈര്യമുണ്ടോന്ന് ചോദിച്ചപ്പോ ആകെയുള്ളത് പത്രോച്ചായനോടുള്ള ഇഷ്ടം മാത്രമാണെന്ന്. അതിനെപ്പോഴും ഒരു കുറവില്ല കേട്ടോ. പർദ്ദ ഇടിച്ചിറക്കിയ പെണ്ണിനെ രാഘവേട്ടന്റെ കാറിൽ കൊണ്ടുചെന്ന് ആക്കുന്നത് വരെ എന്റെ ചങ്കി തീയായിരുന്നു. ആ, ആളെ പത്രോടടുത്ത് എത്തിക്കുന്നവരെ എന്റെ ചങ്കിലോ. ആ, അപ്പൊ നിങ്ങൾ എന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ രാഘവേട്ട? അന്ന് നിങ്ങൾ കൊണ്ടുവന്ന് എന്റെ ചങ്കിലേക്ക് വെച്ച തീയ 10-30 വർഷമായിട്ട് അത് ചോന്നോണ്ട് നടക്കുക ഞാൻ. ഒന്ന് പോ പത്രച്ചായ. എന്ത് രസമുള്ള കാലമായിരുന്നു അതൊക്കെ അല്ലേ. അതിനി നമുക്ക് തിരിച്ചു കിട്ടുമോ? പോട്ടെ, ആ കാലത്തിൽ നിന്ന് ഒരു ദിവസമെങ്കിലും തിരിച്ചു കിട്ടുമോ? ആ, കഴിഞ്ഞു പോയ കാലം തിരിച്ചു കിട്ടില്ല എന്നുള്ളത് തന്നെയാ അതിന്റെ മധുരവും വേദനയും ഒക്കെ. വർഷയ്ക്ക് കല്യാണപ്രായമായി എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചെറിയ കുഞ്ഞ് അവൾ ഇപ്പോഴും എന്റെ മനസ്സില്. അതെ, എല്ലാ ദിവസവും എല്ലാവർക്കും തിരക്കണം. അതിനിടയിൽ വേണ്ടപ്പെട്ടവരെ കാണാൻ പോലും സമയം കിട്ടില്ല. ഇല്ല, തിരിഞ്ഞു നോക്കുമ്പോ കാര്യമായിട്ട് ഇതിൽ നേടിയിട്ടുണ്ടോ? അതുമില്ല. അതിനിടയിൽ വർഷങ്ങൾ ഓരോന്നായിട്ട് കടന്നു പോകും, പിള്ളേരും വളരും. ഇവിടുത്തെ പ്രീതിയെ വിഷ്ണുവിനെ കണ്ടിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ അച്ഛാ? ആ, അല്ല ഫാമേ, ഇവിടെ ഉണ്ടോ അവര്? എന്താ ഫാമേ, നീ എന്താ വല്ലാതെ? പ്രീതി